നമസ്കാരം. കൃഷി ദർശനത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ഓരോ വ്യക്തികളും പ്രത്യക്ഷമായോ അല്ലെങ്കിൽ പരോക്ഷമായോ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഒന്നുകിൽ കാർഷിക ഉപഭോക്താക്കളാവാം, അതല്ലെങ്കിൽ കാർഷിക ഉൽപ്പാദകരാവാം, കർഷകരാവാം. അതുകൊണ്ട് തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട ഓരോ നിയമങ്ങളും ഓരോ ചലനങ്ങളും ഓരോ പദ്ധതികളും നമ്മളെ കേരളീയരെ പ്രത്യക്ഷത്തിൽ ബാധിക്കുന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നു കാർഷിക മേഖലയിലെ പ്രതീക്ഷകളും പ്രതിസന്ധികളും. വിഷയം ചർച്ച ചെയ്യുന്നതിലേക്ക് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് കേരളത്തിലെ ആരാധ്യനായ കൃഷിമന്ത്രിയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. അഡ്വക്കേറ്റ് ടി സിദ്ദീഖ്. നമസ്കാരം സർ. നമസ്കാരം. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മളെ മലയാളികളെ, പ്രത്യേകിച്ചും മനുഷ്യരെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വകുപ്പാണ് കൃഷി വകുപ്പ്. അതിൽ നമ്മൾ നിയന്ത്രിക്കുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ പദ്ധതി വിഭാവനം ചെയ്യുന്ന ഓരോ വാചകങ്ങളും ഓരോ പൈസയും മലയാളികളെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ ഈ പുതിയ മിനിസ്ട്രിയിൽ ആദ്യത്തെ ഓണം വരികയാണ്. മലയാളിയുടെ ഓണമാണ്. എന്തൊക്കെ വിഭവങ്ങളാണ് കൃഷി വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്? ഒന്ന്, പുതിയ ഗവൺമെൻറ് അധികാരമേറ്റതിന് ശേഷം ദൂരദർശനിൽ വന്ന് ഡോക്ടർ ഷാഹുൽ ഹമീദിൻ്റെ കൂടെ ഇത്തരമൊരു ചർച്ചയിൽ ഇരിക്കുന്നതിൽ ആദ്യം തന്നെ പ്രേക്ഷകരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ആശംസകളും, ചിങ്ങം 1 കർഷക ദിനത്തിൻ്റെ ആശംസകളും അതുപോലെ ഓണത്തിൻ്റെ ആശംസകളും ആദ്യമേ നേരാൻ ആഗ്രഹിക്കുക. മറ്റൊരു ഇവിടെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഓണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ്. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ മലയാളികൾ കൂട്ടമായും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കുകയാണ്. ആ സന്ദർഭത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ കൃഷി വകുപ്പാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ചുമതലപ്പെട്ടതായിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കൃഷി വകുപ്പാണ്. ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യത്തെ മീറ്റിംഗ് ഞങ്ങൾ ഹോൾഡ് ചെയ്തത് ഓണവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്കാണ്. അതായത് ഇവിടെ ചിങ്ങം 1 കർഷക ദിനത്തിൻ്റെ ഇതുണ്ടായിരുന്നു. 2000 മാർക്കറ്റുകൾ കേരളത്തിൽ വിലവർദ്ധനവ് തടയാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ട സവിശേഷത, നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അത് ഹോർട്ടികോർപ്പ് വഴിയും VFPCK വഴിയും അത് സംഭരിച്ച് കേരളത്തിലെ 2000 മാർക്കറ്റുകൾ വഴി കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായി വില കുറച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുക. 2000 ഓണച്ചന്തകൾ. അതിൽ 10% മിനിമം അതിൽ വിലക്കുറവുണ്ട്. മിനിമം 10% വിലക്കുറവുണ്ട്. ഇപ്പോൾ കേരഫഡിൻ്റെ അതുപോലെ കേരജം വെളിച്ചെണ്ണ, അത് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇതിൻ്റെ ഭാഗമായി സപ്ലൈ ചെയ്തു വിപണനം ഉണ്ടാവും. സപ്ലൈകോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ വിവിധ മാർക്കറ്റുകളിൽ അവരുടെ സ്റ്റാളുകളിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാധന സാമഗ്രികൾ വിൽക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള മിഷനും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം അതാണ്. രണ്ടാമത്തത്, ഓണത്തിനൊരുങ്ങാം വിളവിൻ്റെ വിസ്മയം എന്ന് പറഞ്ഞ് ഞങ്ങളൊരു മിഷൻ ആരംഭിച്ചു. അത് നേരത്തെ മെയ് മാസം 18 ചുമതല ഏറ്റെടുത്ത് ഞങ്ങൾ മെയ് 22-ാം തീയതി 4 ദിവസം കൂടി പദ്ധതി പ്ലാൻ ചെയ്തു. മീറ്റിംഗ് നടത്തി. പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ഉൾപ്പെടെ ഞങ്ങളുടെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ച് അതിൽ ഞങ്ങൾ ഈ സ്ലോഗൻ തീരുമാനിച്ച് ആദ്യം തന്നെ ജൂൺ 5-ാം തീയതി ആദ്യത്തെ വിത്ത് ഞങ്ങളിട്ടു. അത് സെക്രട്ടേറിയറ്റ് നടയില്ല. സെക്രട്ടേറിയറ്റ് നടയിലെ ആ പൂന്തോട്ടത്തിൽ ഞങ്ങൾ ഇട്ടതായ സൂര്യകാന്തി പൂക്കളും
പിന്നെ ചെന്നമല്ലിയും പച്ചക്കറിയും ഇന്ന് വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. അത് അവിടെ മാത്രമല്ല, ദൂരദർശൻ ഉറപ്പായിട്ട് ദൂരദർശൻ കവർ ചെയ്യും. അത് തീർച്ചയായിട്ടും ദൂരദർശൻ കവർ ചെയ്യണം. അതിപ്പോൾ സൂര്യകാന്തി പൂക്കൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം പറഞ്ഞു, ഈ ഗുണ്ടൽപേട്ടിൽ സൂര്യകാന്തി പൂക്കൾ മനോഹരമായിട്ടുള്ള കൃഷി കൂട്ടങ്ങളുണ്ട്. ഏറ്റവും നല്ല സൂര്യകാന്തി കൃഷി ചെയ്യുന്ന ഒരിടമാണ് ഗുണ്ടൽപേട്ട്. അപ്പോൾ ഗുണ്ടൽപേട്ടിൻ്റെ അത്രയൊന്നും ആയില്ലെങ്കിലും ഒരു ചെറിയ സെക്രട്ടേറിയറ്റ് മോഡൽ ഉണ്ടായിരിക്കുക. അപ്പോൾ പച്ചക്കറിയും നന്നായി. ഞാൻ കഴിഞ്ഞ ദിവസം ആ ഗാർഡനിലൂടെ പച്ചക്കറിയുടെ എത്രത്തോളം നന്നായി പോയി എന്നുള്ളത്, വെണ്ട, പാവൽ, മറ്റുള്ളതയക്കുന്ന പിന്നെ പച്ചക്കറി, ഇതെല്ലാം ചെടിയെല്ലാം നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ഈ വരുന്ന ക്യാബിനറ്റിന് ശേഷം നടത്താനിരിക്കുക. ഈ വരുന്ന ക്യാബിനറ്റും അതിനടുത്ത ക്യാബിനറ്റും അതിന് സൗകര്യപ്രദമായ ദിവസം നടന്നത്. മുഖ്യമന്ത്രിയാണ് അന്ന് നടൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. അതിനുശേഷം ഞങ്ങൾ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ദർബാർ ഹാളിൽ. അപ്പോൾ വിളവെടുപ്പിന് മുഖ്യമന്ത്രി വരണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം കൂടെ ക്രമീകരിച്ച് വിളവെടുപ്പിടും. അത് അവിടെ മാത്രമല്ല, അപ്പം ഞാൻ സുസൈപ്പാക്യം പിതാവിൻ്റെ ട്രിവാൻഡ്രം എജുസിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ 15 ഏക്കറിലാണ് SV സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കൃഷിക്കാരൻ 15 ഏക്കറിലാണ് കൃഷി ചെയ്തിട്ടുള്ളത്. അതിൽ പൂക്കളുണ്ട്, പച്ചക്കറികളുണ്ട്, എല്ലാം ഉണ്ട് ഓണത്തിനാവശ്യമായിട്ടുള്ള. ഞാൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ മതിലകത്ത് CP സാലി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കൃഷിക്കൂട്ടത്തിൻ്റെ പ്രവർത്തനത്തിന് പങ്കാളിയാവും. അപ്പോൾ ഈ ഒരു സ്ലോഗൻ പരമാവധി കർഷകരിലേക്ക് എത്തിക്കാനും അവിടെ മനോഹരമായി കൃഷി ചെയ്തിരിക്കുകയാണ് മതിലകം ഭാഗത്ത്. അപ്പോൾ കേരളത്തിലുടനീളം ഈ ഒരു സ്ലോഗൻ കൊണ്ടുവരാനും അതിൻ്റെ ഭാഗമായി ഓണത്തിനൊരുക്കാം വിളവിൻ്റെ വിസ്മയം എന്നുള്ള സ്ലോഗൻ്റെ ഭാഗമായി പരമാവധി കർഷകരിലേക്ക് എത്തിക്കാനും ആ കാർഷിക വിളകൾ ഓണത്തിന് ലഭ്യമാക്കാനുമുള്ള നടപടി, സ്പെഷ്യൽ റിബേറ്റ് കൊടുത്ത് പച്ചക്കറികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള 2000 ചന്തകൾ ഓൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായി മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്താനുള്ള നടപടികൾ. മൂന്നാമത്തത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, സപ്ലൈകോ ഉൾപ്പെടെയുള്ള മാർക്കറ്റുകളിൽ പ്രത്യേകമായിട്ടുള്ള സ്റ്റാൾ അതിൻ്റെ പുറമെ ഒരുക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ വിപുലമായ സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് ഒരുക്കിയിട്ടുണ്ട്. 10 കോടി രൂപ അതിന് അനുവദിച്ചു. ഞങ്ങൾ 11 കോടി രൂപയ്ക്കടുത്ത് ഈ മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടി പച്ചക്കറിയുടെ കാര്യത്തിൽ മാത്രം ഞങ്ങൾ മാറ്റിവെച്ചു. ഒന്ന്. രണ്ടാമത് അറൗണ്ട് 20 കോടിയുടെ ഈ ഓണത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ടോട്ടൽ മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വർഷം വനിതാ കാർഷിക വർഷമാണ്. വനിതകൾക്ക് എന്താണ് ഒരുക്കിയിട്ടുള്ളത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ രാജ്യത്തെ ദേശീയ ഗവൺമെൻറ്റോ മറ്റ് ഗവൺമെൻറ്റുകളോ ശ്രദ്ധിക്കാതെ പോയോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ പദ്ധതികൾ പരതി, എനിക്ക് കിട്ടിയില്ല. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പേ പോർട്ട്ഫോളിയോ സംബന്ധിച്ചതായിരിക്കുന്ന ചർച്ച വന്നപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷകരമായ അനുഭവം വന്നത് കൃഷി വകുപ്പ് എന്നുള്ളതായിരിക്കുന്ന ഒരു ചർച്ച വന്നപ്പം വളരെയധികം സന്തോഷിച്ച ആളാണ്. അതിനുശേഷം കൃഷിക്കാരുമായും അതുപോലെ സയൻറ്റിസ്റ്റുകളുമായും റിസർച്ച് സ്കോളേഴ്സുമായിട്ടും ഒക്കെ വിവിധ തലത്തിലുള്ള ഇൻട്രാക്ഷൻ നടത്തി. കർഷകരുമായിട്ടാണ് ഏറ്റവും പ്രധാനം. പല ഫാംസിലും പോയി. അതിൽ ഹൃദ്യമായ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു ഫാം മട്ടന്നൂരിലും ആറളത്തും കൃഷി ചെയ്യുന്ന നമ്മുടെ പഴയ വോളിബോൾ താരം ജിമ്മി ജോർജിൻ്റെ ബ്രദർ സ്റ്റാൻലി, ഒരു വളരെ ജീനിയസ് ആയിട്ടുള്ള സോയിലിനെ പറ്റിയൊക്കെ അദ്ദേഹം പറയുന്നു. അപ്പോൾ അങ്ങനെ ഒത്തിരി കർഷകരുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പോയപ്പോൾ ഉള്ള അനുഭവങ്ങളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മറ്റുള്ള ഇടത്തു നിന്ന് കിട്ടാത്തതായ പുതിയ അറിവുകൾ ഈ ഇൻട്രാക്ഷനിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സയൻറ്റിസ്റ്റാണ് എന്നോട് പറഞ്ഞത്, സാർ 2026 വനിതാ കർഷക വർഷമാണ്, അത് UN പ്രഖ്യാപിച്ചതാണ്, സാർ അത് ഗൗരവത്തിലെടുക്കണം. അപ്പോൾ ഇന്ത്യയിൽ ഇതില്ല. ഇന്ത്യയിൽ മറ്റുള്ളിടത്ത് ഞാൻ പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ടില്ല, മറ്റുള്ള സ്റ്റേറ്റിൽ പരിശോധിച്ചപ്പോൾ കണ്ടിട്ടില്ല. നമ്മൾ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഇത് കൊണ്ടുവന്നു, ബഡ്ജറ്റിൽ ഇത് കൊണ്ടുവന്നു. അപ്പം 350 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി ഉണ്ടാക്കി ഈ വർഷം നമ്മൾ കൃഷി സഖി എന്ന പേരിൽ വനിതാ കർഷകർക്ക് വേണ്ടി മാത്രം ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വനിതകൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്, വനിതാ കർഷകർ ഉൾപ്പെടെ, കർഷകർക്ക് മൊത്തമായിട്ടുള്ള പദ്ധതിയുണ്ട്. പക്ഷേ വനിതാ കർഷകർക്ക് മാത്രമായിട്ടുള്ള പദ്ധതി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അത് ഇത്തവണ 350 ലക്ഷമാണ്.
അടുത്ത തവണ ഇതിനേക്കാൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗർ ആയിരിക്കും. വളരെ ഉയർന്ന തലത്തിലേക്ക് നമ്മളത് കൊണ്ടുപോകും. കുട്ടി കർഷകരുണ്ട്, യുവാക്കളുമുണ്ട്. വിദ്യാർത്ഥികൾ ചെറിയ തോതിലെങ്കിലും കൃഷി ചെയ്യുന്നുണ്ട്, അവർക്ക് താല്പര്യവുമുണ്ട്. ഒരു ഹരിതാഭയോട് എപ്പോഴും ഒരു താല്പര്യം ഈ കുട്ടികൾക്കും യുവാക്കൾക്കുമുണ്ട്. കുട്ടികൾക്ക് വേണ്ടി ഈ UDF സർക്കാർ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അഗ്രികൾച്ചർ സെക്ടർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി യുവത്വം അതിൽ നിന്നും പടിയിറങ്ങി എന്നുള്ളതാണ്. വിവിധ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മുടെ ബർത്ത് റേറ്റ് കുറവാണ്, ജനനനിരക്ക് കുറവ്, ഡെത്ത് റേറ്റ് നമ്മളത് കുറവാണ്, നമ്മുടെ ആയുർദൈർഘ്യം ലോഞ്ചിവിറ്റി വളരെ കൂടുതലാണ്. അതിൻ്റെ കൂടെ പ്ലസ് ഹൈ മൈഗ്രേഷൻ. അപ്പോൾ ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നില്ല. രണ്ട്, കൃഷി ആദായകരമല്ല എന്നുള്ള ഒരു ഫീലിംഗ് പ്രചരിച്ചു കഴിഞ്ഞു, വളരെ സീരിയസ് ആയിട്ട് പ്രചരിച്ചു. അതേ സമയത്ത് കൃഷി ആദായകരമാണ്, കൃഷിയിൽ നോവൽ ഐഡിയാസ് ഉണ്ട്, കൃഷിയിൽ നല്ല വാല്യൂ അഡിഷൻ നടത്തി സ്റ്റാർട്ടപ്പുകൾ യഥേഷ്ടം ടെക് ഇൻഡസ്ട്രീസും സ്റ്റാർട്ടപ്സും വളരെ നന്നായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ലക്ഷങ്ങൾ വാങ്ങുന്ന സംഭരിക്കുന്ന ആളുകൾ ഈ കാർഷിക മേഖലയിലുണ്ട്. അപ്പോൾ ഇതിനെ ചെറുപ്പക്കാരുടെ ഒരു ഇടമാക്കി കാർഷിക മേഖലയെ മാറ്റിയെടുക്കണമെങ്കിൽ ഇടക്കാലത്ത് അന്യം നിന്ന് പോയിട്ടുള്ള യുവത്വത്തിൻ്റെ കാർഷിക മേഖലയിലേക്കുള്ള ഒരു അഭിനിവേശത്തെ കൂട്ടിയെടുക്കണം. അതെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ സീരീസ് ഓഫ് ഡിസ്കഷൻ, ഈ ചെറിയ സമയമായിട്ടുള്ളൂ, സീരീസ് ഓഫ് ഡിസ്കഷൻ നടത്തി. ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് കതിർ കാർഷിക പദ്ധതി കൊണ്ടുവന്നത്. ആ കതിർ പദ്ധതി കുട്ടികളുടെ കാർഷിക ക്ലബ്ബുകളാണ്. ഒരു സ്കൂളുകളിലുള്ള കുട്ടികളുടെ കാർഷിക ക്ലബ്ബുകൾ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് 2:30 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയും ഞാനും ഫുൾ കോറം ഞങ്ങളുടെ 2 ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് കഴിഞ്ഞ് ഇതിൻ്റെ ലോഞ്ചിങ് ഉൾപ്പെടെ തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത്. 3ാമത്തെ റൗണ്ട് മീറ്റിംഗാണ്. വളരെ ഗൃഹപാഠം ചെയ്താണ് മുന്നോട്ട്, വളരെ ഗൃഹപാഠം ചെയ്തു. കതിർ കാർഷിക ക്ലബ്ബിൽ ഒരു സ്കൂളിൽ കതിർ ക്ലബ്ബ് രൂപീകരിക്കും. അതിൽ കുട്ടികളുണ്ടാകും. കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ ആ അഡീഷണൽ ക്ലബ്ബുകൾ ഉണ്ടാക്കും. അതിന് നോഡൽ ടീച്ചർ ഉണ്ടാകും. അവിടെ ഒരു ബാക്കപ്പ് കമ്മിറ്റി ഉണ്ടാകും. ആ ബാക്കപ്പ് കമ്മിറ്റിയിൽ അവിടെയുള്ള നോഡൽ ടീച്ചറും PTA അംഗങ്ങളും ലോക്കൽ ബോഡി അംഗങ്ങളും പ്രാദേശിക കർഷകന്മാരും ഉൾപ്പെടെയുള്ളൊരു കമ്മിറ്റിയാണ്. സ്കൂളിൽ കൃഷിസ്ഥലമില്ലെങ്കിൽ അവർക്ക് കൃഷിസ്ഥലം കാണിച്ചു കൊടുക്കാനുള്ള ചുമതലയാണ്, എത്തിച്ചു കൊടുക്കാനുള്ള ചുമതലയാണ് ഈ കമ്മിറ്റിക്കുള്ളത്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയുന്നു, ഈ വർഷം 500 സ്കൂളുകളിൽ ഈ കതിർ കാർഷിക ക്ലബ്ബ് തുടങ്ങും. ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തത് ഒക്ടോബർ മാസം 16-ാം തീയതി, ടെൻറ്റേറ്റീവാണ്. ഒക്ടോബർ മാസം 16-ാം തീയതി ലോക ഭക്ഷ്യദിനമാണ്. ആ ഭക്ഷ്യദിനത്തിൽ അന്ന് നമുക്കിത് ലോഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ അതിൽ കുട്ടികളെ ഗൈഡ് ചെയ്യാൻ, കുട്ടികളെ വളരെ രീതിയിൽ സ്വാധീനിക്കാനുള്ള ഒരു വലിയ ആളും കൂടെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായി കടന്നു വരുന്നുണ്ട്. ഇപ്പം ഞാൻ പുറത്ത് പറയുന്നില്ല. അദ്ദേഹം ഈ കുട്ടികളുടെ പ്രവർത്തനത്തെ പ്രോഗ്രസ്സിനെ, ഇതൊരു പ്രോഗ്രസ് ബുക്ക് ഉണ്ടാവും ഇതിന്. ആ പ്രോഗ്രസ് ബുക്ക് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധിക്കുന്നൊരു സിസ്റ്റം വരാം. അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തു. അത് കാർഷിക ക്ലബ്ബിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് വെയിറ്റേജ് മാർക്കാണ്. ഇന്ത്യൻ ചരിത്രത്തിലാദ്യമായി കൃഷിയിലേർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് വെയിറ്റേജ് മാർക്ക് കൊടുക്കുന്ന ആദ്യത്തെ സ്റ്റേറ്റായി കേരളം മാറാം. 2 കാര്യങ്ങളായി. ഒന്ന്, വനിതാ കാർഷിക വർഷം ആഘോഷിക്കുന്നത് ആദ്യമായിട്ട് കേരളത്തിലാണ്. രണ്ടാമത് ഇതാണ്. യെസ്, തീർച്ചയായിട്ടും അത് ഭംഗിയായി നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ അതിൽ ഒരു കാര്യമുള്ളത്, ഈ കുട്ടികൾക്ക് വെയിറ്റേജ് മാർക്ക് കൊടുക്കുമ്പോൾ കുട്ടികളുടെ വീട്ടിലെ കൃഷിയും കൂടി നമ്മൾ കണക്ട് ചെയ്യും. വേറൊരു നല്ല കാര്യം കൂടെ ഞാൻ പത്രത്തിൽ കേട്ടു. പ്രകൃതി ദുരന്തത്തിന് ഇരയാകുന്ന കർഷകർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം 25% വർദ്ധിപ്പിച്ചു എന്നുള്ളത്. അത് അഭിനന്ദനാർഹമായ ഒരു തീരുമാനമാണ് കർഷകരുടെ സൈഡിൽ നിന്ന് നോക്കിയാൽ. പ്രത്യേകിച്ച് ഞങ്ങളെ കൃഷി ദർശൻ അങ്ങനെ വിലയിരുത്തുന്നു. അപ്പോഴും ഒരു പ്രശ്നം, കഴിഞ്ഞ കാലങ്ങളായി കൊടുത്തു തീർക്കാനുള്ള 83 കോടി രൂപ ഈ കാർഷിക വിളനാശവുമായി ബന്ധപ്പെട്ടുള്ളത് ഇന്നത്തേക്ക് നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റും. ഡോക്ടർ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പോൾ കേരളം വലിയൊരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദുരന്തത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 2 സെഗ്മെൻ്റാണ്. ഒന്ന്, മഴ വന്നു കഴിഞ്ഞാൽ പ്രളയം. 2, മാർച്ച്, ഏപ്രിൽ, മെയ് മാസം വരുമ്പോൾ നമുക്ക് വരൾച്ച. ഈ 2 പ്രശ്നവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കൃഷി മേഖലയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടനാട് പോയി. 1000കണക്കിന് ഹെക്ടർ കൃഷിഭൂമി വെള്ളത്തിൻ്റെ അടിയിലാണ്, സമുദ്രം പോലെ കിടക്കുകയാണ്.
കടലിനേക്കാൾ താഴുന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പോൾ വളരെ വിപുലമായിട്ടുള്ള ഇപ്പോൾ 25 ദിവസം 30 ദിവസം കൃഷി ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ കരയുകയാണ്, എന്തു ചെയ്യും? അപ്പോൾ വളരെ വിപുലമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുകയാണ്. ഡ്രൗട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം, വെള്ളപ്പൊക്കം വന്നാൽ, പ്രകൃതിക്ഷോഭം വന്നാൽ, ഉരുൾപൊട്ടൽ വന്നാൽ അതിൻ്റെ പ്രശ്നം, പെട്ടെന്നുണ്ടാകുന്ന മഴയാണ്, അതിൻ്റെ സാന്ദ്രത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് താങ്ങാനുള്ള ശേഷി നമ്മുടെ മണ്ണിനില്ല. അപ്പോൾ ഒരു ഫ്ലഡോ ഒരു ഡ്രൗട്ടോ വന്നാൽ മണ്ണിൻ്റെ ഘടന മാറും, അതിൻ്റെ മൂലകങ്ങൾ നഷ്ടപ്പെടും. ഫെർട്ടിലിറ്റി ലോസ് റീകൂപ്പ് ചെയ്യാൻ മണ്ണ് പരിശോധന മുതൽ ആദ്യം തുടങ്ങണം. അപ്പോൾ ഒരു വലിയ ക്രൈസിസാണ്. ഇന്ന് കാലത്ത് 10:30 മണിക്ക് സഹകരണ മന്ത്രിയും കൂടി വിളിച്ചു ചേർത്ത് കേരളത്തിലെ മുഴുവൻ ധനകാര്യ ഏജൻസീസിൻ്റെ മുഴുവൻ മീറ്റിംഗ് വിളിച്ചു. പ്രൈമറി പാക്സ് ഉണ്ടായിരുന്നു, നബാർഡ് ഉണ്ടായിരുന്നു, RBI പ്രതിനിധികളുണ്ടായിരുന്നു, നമ്മുടെ ലീഡ് ബാങ്ക് പ്രതിനിധികൾ, സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കൺസോർഷ്യത്തിൻ്റെ SLBCയുടെ മുഴുവൻ അധികാരികൾ, ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ, മുഴുവൻ ആളുകളെയും വിളിച്ചു ചേർത്തിട്ടുള്ള യോഗമായിരുന്നു. കുട്ടനാട് ഉൾപ്പെടെയുള്ള വിസിറ്റിന് ശേഷമാണ് ഈ മീറ്റിംഗ് നടന്നത് എന്നുള്ളത് കൊണ്ട് നേരിട്ട് എനിക്ക് ബോധ്യപ്പെട്ടതായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്തു. ഒന്ന്, അവിടെ ചില ആളുകൾ ബണ്ട് തകരാതെ സൂക്ഷിച്ചവരുണ്ട്. അവരെങ്ങനെ സംരക്ഷിക്കാം? ബണ്ട് തകർന്ന് കൃഷിനാശം വന്നിരിക്കുന്ന ഏരിയ എങ്ങനെ സംരക്ഷിക്കാം? അവിടെ മോട്ടോർ പമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവിടെ പിന്നെ മോട്ടോർ ഷെഡുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ തറകൾ പോയിട്ടുണ്ട്. അവിടെ അവർക്ക് അതിന് ചിലവായിട്ടുള്ള പവർ, അതിൻ്റെ മോട്ടറിൻ്റെ വാടക, പിന്നെ ഇന്ധന ചെലവ്, KSEB ചാർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പുനർനടീലിന് വേണ്ടതായിരിക്കുന്ന കാര്യം, അതിനുള്ളതായിരിക്കുന്ന സൗജന്യമായി വിത്ത്, വളം, സംവിധാനം കൊടുക്കാനുള്ള നടപടികൾ, ഇൻഷുറൻസ് കമ്പനികളുമായി തുടർ ചർച്ച ഞങ്ങൾ വീണ്ടും വെക്കുകയാണ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനികളെയും കൂടി കണക്ട് ചെയ്ത് അവർക്ക് നൽകാനുള്ള സംവിധാനങ്ങൾ. അപ്പോൾ ഒന്ന്, കോമ്പൻസേഷൻ കൊടുക്കാനുള്ള സ്പെഷ്യൽ ഡ്രൈവ് ക്രോപ്പ് ലോസിൻ്റെ. 2, പുനർനടീൽ പ്രവർത്തനം നടത്താനുള്ള സ്പെഷ്യൽ ഡ്രൈവ്. ആദ്യമായി കേരളത്തിൽ ഒരു വെള്ളപ്പൊക്കം നടന്നപ്പോൾ 2 ഡ്രൈവും നടത്താനുള്ള ടീം ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയാണ് ഇപ്പോൾ ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. അടുത്ത വർഷമാകുമ്പോൾ ഒരു പ്രകടമായ ഒരു വ്യത്യാസം നമുക്ക് ഈ മേഖലയിൽ കാണാൻ കഴിയും. ഈ പ്രത്യേകിച്ച് ഈ വെള്ളപ്പൊക്കം പോലുള്ളതും ഈ ട്രൗട്ടും ഒക്കെ വരുമ്പോൾ ഇതൊരു സീരീസ് ഓഫ് പ്രോസസ്സാക്കി, അതെ, പിന്നെ ഒരു പിന്നെ കോൺക്രീറ്റ് ആയിട്ടുള്ള പോളിസി മേക്കിങ്ങിലേക്ക് നമ്മൾ പോവുകയാണ്. അതെ, ഇത് തുടക്കമാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഷെയർ ചെയ്യുന്നു. കുട്ടനാട് വെള്ളപ്പൊക്കത്തിൻ്റെ ബേസ് ഒന്ന്, പത്തനംതിട്ടയിലും കോട്ടയത്തും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലുകളും അവിടെ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ താങ്ങേണ്ടത് കുട്ടനാടാണ്. അതെ. അപ്പോൾ ഇത് എല്ലാ വർഷവും സംഭവിക്കുന്നു. ഈ വർഷം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ബണ്ടുകൾ ബലപ്പെടുത്തുകയും ട്രാക്ടർ റോഡുകൾ കൃത്യമായിട്ടുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ, അതിന് ഹൈറ്റ് കൂട്ടി അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ നിന്ന് കുട്ടനാട് സംരക്ഷിക്കാൻ പറ്റും. ഇത് ചെയ്യേണ്ടത് മഴ തുടങ്ങിയിട്ടല്ല, മുന്നൊരുക്കമായിട്ട് ചെയ്യണം, മുന്നൊരുക്ക പ്രവർത്തനം. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിലെ ഒരു പ്രധാന തീരുമാനം, വരുന്ന ഡിസംബറിൽ നിർബന്ധമായും മഴ മുന്നൊരുക്ക പ്രവർത്തനം കൃഷി വകുപ്പ് നടത്തിയിരിക്കണം. അതിന് കലക്ടർ ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി ഫോം ചെയ്യാൻ. ഒരു കാർഷിക ബഡ്ജറ്റ് പ്രതീക്ഷിക്കാമോ അടുത്ത വർഷം? കാർഷിക ബഡ്ജറ്റ് കേരളത്തിൽ അവതരിപ്പിക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. UDF ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത്, കർഷകരോട് പറഞ്ഞത് കാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഈ ആദ്യത്തെ വർഷം നടന്നില്ലെങ്കിലും അടുത്ത വർഷങ്ങളിൽ കാർഷിക ബഡ്ജറ്റിലേക്ക് കേരളം പോകും. എന്തെങ്കിലും കൃഷിമന്ത്രിക്ക് കൃഷി ചെയ്യാനൊരു അവസരം കിട്ടിയാൽ ഏത് കൃഷി തിരഞ്ഞെടുക്കും? കൃഷിമന്ത്രി, ഞാൻ വയനാട്ടിൽ നിന്നും വരുന്നൊരു ജനപ്രതിനിധി എന്ന രീതിയിൽ എനിക്ക് കൃഷി വലിയ ഇഷ്ടമാണ്. വീട്ടിൽ ഞാൻ കുട്ടിയാകുമ്പോൾ ഞങ്ങൾക്ക് 15 സെൻറ്റ് സ്ഥലമാണ് ഉണ്ടായിരുന്നത്. ആ 15 സെൻറ്റ് സ്ഥലത്തിൽ ചെറിയ തടം കെട്ടി പിന്നെ പാവലും മത്തനൊക്കെ കൃഷി ചെയ്ത് ഒരു ചെറിയ ശീലമുണ്ട്. അന്ന് പുഴുക്കളും ഇതൊക്കെ വരുമ്പോൾ അതിനെ എടുത്ത് ഓരോന്ന് മാറ്റും. വാഴത്തടം ഉണ്ടാക്കി വാഴക്കന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഉമ്മയോട് പോയിട്ട്, ഉപ്പ കുറച്ച് സ്ട്രോങ് ആണ്, ഉപ്പൻ്റെ അടുത്തൊന്നും പോയി സംസാരിക്കില്ല, ഉമ്മൻ്റെ അടുത്തെല്ലാം പറയും. ഓരോ ദിവസവും ഈ വാഴക്കന്നിന് വെള്ളം ഒഴിച്ച് വാഴക്കന്നിൻ്റെ ഈ തൂമ്പ് കുറച്ചുകൂടി കൂടിയിട്ടുണ്ടോ അളന്ന് ഇങ്ങനെ നോക്കും. ഇടയ്ക്ക് ഇതിൻ്റെ അത് നിന്നു കൂമ്പടയുന്ന വലിയ സങ്കടമായി. ഉമ്മൻ്റെ അടുത്ത് പോയി കരയും. അപ്പോൾ അതേസമയം തന്നെ കർഷക തൊഴിലാളിയായിട്ടുള്ള
പിന്നെ വല്യമ്മയുടെയും മറ്റും കൂടെ നെല്ല് കൊയ്യാനും മെതിക്കാനൊക്കെ സഹായിക്കാനും പോയിട്ടുണ്ട് കൊച്ചുനാൾ. അപ്പോൾ അങ്ങനെ 2 ശീലമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് വയനാട്ടിൽ നിന്നും വരുന്നതായിരിക്കുന്ന ഒരു കർഷകനെയും കാർഷിക ഇടത്തെയും നന്നായി അറിയുന്ന ഒരു ബോധ്യമുള്ള ഒരാളെന്ന രീതിയിൽ പുതിയ കാർഷിക മേഖലയുടെ പുതിയ കൺസെപ്റ്റിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ളതായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്. ഇത് എന്നോട് കൃഷി ചെയ്യാൻ പറഞ്ഞാൽ ട്രോപ്പിക്കൽ റീജിയൻസിലെ എക്സോട്ടിക് ഫ്രൂട്ട്സിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിക്കും. അതേസമയത്ത് പരമ്പരാഗത കൃഷി, ജൈവ കൃഷി, പ്രസിഷൻ ഫാമിംഗ് ഉൾപ്പെടെ ഹോർട്ടിക്കൾച്ചർ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന മാർഗം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പുതുതായി രൂപപ്പെട്ട് വരുന്നതായിരിക്കുന്ന മേഖല അതൊരു വെൽത്ത് ക്രിയേഷനാണ്. കേരളത്തിൻ്റെ ഒരു ഹൈ വെൽത്ത് ക്രിയേഷൻ സെക്ടറാണ്. അതിനെ പരിപോഷിപ്പിക്കാനുള്ള നടപടിയാണ് ഒന്ന്. ഓണം വരികയാണ്. നമ്മളെ കൃഷി ദർശൻ്റെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഒന്ന്, കാർഷിക മേഖലയിൽ 2 കാലും മണ്ണിൽ വെച്ച് പണിയെടുക്കുന്ന വിയർപ്പിൻ്റെ ചൂരും മണ്ണിൻ്റെ ചുവയുമുള്ളതായിരിക്കുന്ന പ്രിയപ്പെട്ട കർഷക സഹപ്രവർത്തകന്മാരോട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പോകാനുള്ളതായ ഒരിടം എല്ലാ പ്രശ്നങ്ങളെയും, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ, പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉൾപ്പെടെ നിങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് പോകാനുള്ളതായിരിക്കുന്ന വഴിയൊരുക്കാൻ നിങ്ങളുടെ കൂടെ കൃഷി വകുപ്പുണ്ടാവും, തർക്കം വേണ്ട. അതുകൊണ്ട് കർഷകൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും നല്ലപോലെ മനസ്സിലാക്കിയാണ് അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കർഷകൻ്റെ വിളകളെയും കർഷകൻ്റെ മണ്ണിനെയും കർഷകന് കിട്ടുന്നതായ വരുമാനത്തെയും ഇത് എല്ലാം തന്നെ ഗുണപരമായി വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കാണ് കൃഷി വകുപ്പ് കടക്കുന്നത്. ആ മാർഗം കൃത്യതയോടുകൂടി ഉണ്ടാകും. അതിനിടയിൽ വല്ലതായിരിക്കുന്ന അപകടവും പ്രയാസവും നിങ്ങൾക്ക് വന്നാൽ അതിനെ താങ്ങി നിർത്താനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ആത്മവിശ്വാസത്തോടു കൂടി പോകണം. ഒരിക്കലും ഒറ്റപ്പെടില്ല. ഡിപ്പാർട്ട്മെൻറ്റ് കൂടെയുണ്ട്, കാർഷിക വകുപ്പ് നിങ്ങളുടെ കൂടെയുണ്ട്. മണ്ണിൽ ചവിട്ടി വളർന്നു വന്ന പ്രാരാബ്ധങ്ങളിൽ നിന്നും പ്രാരാബ്ധങ്ങളിലേക്ക് എടുത്തു ചാടി പച്ചയായ മനുഷ്യനായി വളർന്നു വന്ന യുവാക്കളുടെ പ്രതീകം എന്ന് വേണമെങ്കിൽ പറയാവുന്ന നമ്മുടെ മന്ത്രി നമ്മോടൊപ്പം പങ്കെടുത്തു. ഒരുപാട് കാര്യങ്ങൾ നമ്മോട് സംസാരിച്ചു. നന്ദി അറിയിക്കുന്നു. കൃഷി ദർശൻ്റെ എല്ലാവിധ നന്ദിയും. നന്ദി സർ. താങ്ക് യു.